നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അങ്ങനത്തെ സംസ്ഥാനങ്ങളിൽ 18% ആൾക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത്? കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം, കടമെടുപ്പ് എന്നിവയെല്ലാം ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ്. സാമ്പത്തിക വിദഗ്ധൻ എസ് ആദികേശവൻ കലാകൗമുദിയോട് പറയുന്നു. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ അനർഹരായിട്ടുള്ള ആൾക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പിടിച്ച് നിർത്തുന്നതിൽ കൂടി അല്ലെങ്കിൽ കുറയ്ക്കുന്നതിൽ കൂടി ധാരാളം സേവിങ്സ് അല്ലെങ്കിൽ വൃഥായുള്ള ചിലവ് നമുക്ക് ചുരുക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കണക്കിൽ പൊരുത്തക്കേട്, നമ്മുടെ സംസ്ഥാനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ലാഭാർത്ഥികൾ അല്ലെങ്കിൽ ആൾക്കാർ 62 ലക്ഷം എന്നാണ് സർക്കാർ കണക്ക് പറയുന്നത്. 3.5 കോടി ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് 62 ലക്ഷം പേർക്ക് 1600 രൂപ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവിധ ഇനങ്ങളിൽ 2-3 സ്കീമുണ്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ 18% ആൾക്കാരും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്നുകൂടി നാം പറയുന്നു. പക്ഷേ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറേ ചോർച്ചകളുണ്ടാവാം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്തുകൊണ്ട് നാം നടപ്പിലാക്കുന്നില്ല? അക്കൗണ്ടിൽ വഴി, ഇപ്പം PM കിസാൻ അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത്. ആ അക്കൗണ്ട് വഴി കൊടുത്താൽ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക, പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ ലിങ്കേജസ് വരുന്നതോടുകൂടി അനർഹരായ കുറേ പേരെയെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ചിലവ് ചുരുക്കാനായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങൾ. സാറ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പം വീണ്ടും 5000 കോടി അനുവദിക്കാമെന്ന് കേന്ദ്രം വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 13,800 കോടി രൂപയോളം നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അടുത്ത വർഷത്തെ നമ്മുടെ ഒരു ഷെയറാണ്, ഡ്യൂ ഷെയറാണ് നമ്മൾ കേന്ദ്രത്തോട് ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ സംസ്ഥാനം വളരെയധികം ഞെരുങ്ങുകയില്ലേ? അപ്പോൾ ഈ കടമെടുപ്പ് നീതീകരിക്കാൻ കഴിയുന്നതാണോ എന്നൊരു സംശയം. അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം കടമെടുപ്പിൻ്റെ തോതിനെക്കുറിച്ചുള്ള ഒരു സമവായം വേണം. സമവായം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു മാറ്റം ഒരു സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്കും അങ്ങനെ നടത്താൻ സാധിക്കില്ല. അപ്പോൾ അത് ചർച്ചകളിലൂടെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ബോധ്യമുണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസയോഗ്യമായ ഒരു പ്ലാൻ സമർപ്പിച്ചുകൊണ്ട് ഇന്ന സമയം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഈ 3% ഈ പവർ റിഫോംസ് കൂടി വരുമ്പോൾ 3.5% തന്നെ നിർത്തുവാൻ സാധിക്കും. ഇന്നതൊക്കെയാണ് നമ്മുടെ വരുമാന മാർഗങ്ങൾ, ഈ രീതിയിലൊക്കെയാണ് ചിലവ് ചുരുക്കാനായിട്ടുള്ള നമ്മുടെ പ്ലാൻ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ B എന്താണെന്നുള്ളത് കേന്ദ്രം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിനുള്ള സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ സാർ? പ്ലാൻ B? അറിയില്ല, അത് സർക്കാരിലിരിക്കുന്ന ആൾക്കാരല്ലേ പറയേണ്ടത്.